വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിൽ വലിയ വിപുലമായ രീതിയിലാണ് ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ പൂക്കളമിട്ടിട്ടുണ്ട്. ജീവനക്കാർ മുഴുവനും ഒരേ നിറത്തിൽ ഡ്രസ് കോഡൊക്കെ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഓണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. മിനിസ്റ്ററെ, എങ്ങനെയാണ് ഇത്തവണത്തെ ഓണാഘോഷം? അല്ല, നമ്മള് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ വർഷത്തെ ഓണാഘോഷം വളരെ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ജീവനക്കാരും തൊഴിലാളികളും അങ്ങനെ എല്ലാ സമസ്ത ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഓണം ആഘോഷിക്കുകയാണല്ലോ. അതാണല്ലോ നമുക്ക് ഇവിടെയും കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ഒരു റീൽ ഇട്ടിരുന്നു. അത് ഈ ഓണം ആഘോഷത്തിന്റെ ടീസർ ആയിരുന്നോ? അല്ല, അത് നമ്മുടെ ജീവനക്കാരുടെ ഒരു ഐക്യത്തിന്റെ സന്ദേശമാണ് റീൽ എന്ന് പറയുന്നത്. ഐക്യവരുടെ ഡ്രസ്സിങ്ങിലും ഈ പരിപാടിയിലും എല്ലാം ഉണ്ട്. അവരെല്ലാം പിന്നെ എല്ലാ ആഘോഷങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഓണം, ക്രിസ്മസ്, റംസാൻ, പിന്നെ അവധി ദിവസങ്ങളിൽ ടൂറ് പോവും. വർക്കിനൊന്നും ഒരു കുറവും വരുത്താറില്ല. ഇപ്പൊ വി എസിനെയാണ് ഇവിടെ പൂക്കളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി എസിനെ ഓർമ്മ പുതുക്കുക കൂടിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കോടിയേരി ബാലകൃഷ്ണന്റെ ചിത്രം വച്ചുകൊണ്ടുള്ള പൂക്കളമായിരുന്നു. ഈ പ്രാവശ്യം വി എസിന് പൂക്കളമാണ്. ഞങ്ങൾ ഓണം നമ്മളെല്ലാം ഓർമ്മിച്ച് ആഘോഷിക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട വി എസിനെയും ബഹുമാനപ്പെട്ട കോടിയേരിയും കൂടെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. മിനിസ്റ്ററുടെ സഹധർമ്മിണി പാർവതി ചേച്ചിയും കൂടി ഇവിടെ ഉണ്ട്. ചേച്ചി ഒന്ന് മുന്നോട്ട് വന്നായിരുന്നെങ്കിൽ. ചേച്ചി, എങ്ങനെയുണ്ട് ഓണാഘോഷം? എവിടെ വരെയൊക്കെ ആയി? ഓണം എത്തിയോ? ഓണം ഇതാണ് ഓണം. നമ്മുടെ ടീമാണ്, മന്ത്രിയുടെ ടീമിന്റെ കൂടെ ഉള്ളതാണ് ഓണം. വി എസിന്റെ ഓർമ്മകൾ, അതാണ് ഇത്തവണത്തെ ഓണം. ഗംഭീര ഓണമായിട്ടാണ് ഇത്തവണ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഈ കഴിഞ്ഞ മന്ത്രി അന്വേഷണമുള്ള എല്ലാ വർഷവും ഇങ്ങനെ ഓണാഘോഷം ഉണ്ടായിരുന്നോ? നമ്മള് ഇപ്പം വയനാട് ദുരന്തം അങ്ങനെയുള്ള ചില അവസരങ്ങളിൽ നമ്മൾ ഒഴിവായല്ലോ. അല്ലാത്ത എല്ലാ സമയത്തും ഇവരൊരു ടീമായിട്ട് അവരുടെ വർക്ക് പോലെ തന്നെ അവരുടെ ആഹ്ലാദവും അവർ ടീമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ടീമിന്റെ ഒരു പ്രതികരണം കൂടെ ചോദിക്കാം. ഇവിടെ നല്ല സെറ്റ് സാരി എടുത്ത കുറച്ച് ചേച്ചിമാരും കുറച്ച് ചേട്ടന്മാരും കൊണ്ട് എവിടം വരെ ഓണമൊക്കെ എവിടം വരെ? ഓണം സന്തോഷമായിട്ട് എത്തിക്കൊണ്ടിരിക്കണം. മന്ത്രി ഓഫീസിൽ ഓണം എങ്ങനെയുണ്ട്? അടിപൊളി, സന്തോഷം. അപ്പൊ എന്തൊക്കെ ഇന്നത്തെ പരിപാടി നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തത്? ഇന്ന് അത്തപ്പൂക്കൾ മാത്രമേ ഉള്ളൂ. പായസം ഉണ്ട്. സദ്യയില്ല? സദ്യ കഴിഞ്ഞ ദിവസമായിരുന്നു. ഞങ്ങള് മിനിസ്റ്റർ ഓഫീസില് ഞങ്ങൾക്ക് ഓഫീസ് ടൈമിന് ജോലിയുണ്ട്. അപ്പൊ ഞങ്ങള് ഓണം ആഘോഷം പ്രധാനമായിട്ടും 28-ാം തീയതി ഹോളിഡേയിലാണ് ചെയ്തത്. അത് ഓഫീസ് വർക്കിനൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ശിക്ഷക് സദനിൽ ഞങ്ങള് ഇത്തവണ ഞങ്ങളുടെ ഈ ഒരു ടീമിന്റെ ലാസ്റ്റ് ഓണം ആയതുകൊണ്ട് കസേര കളി തൊട്ട് സദ്യ ഉൾപ്പെടെ എല്ലാം വളരെ ഗംഭീരമായി ആഘോഷിച്ച് ഇത്തവണ വി എസിന്റെ സ്മരണാർത്ഥം മിനിസ്റ്റർ റൂമിന്റെ മുമ്പിൽ ഫോട്ടോ എടുത്തു. പായസം ഇതെടുത്തിട്ട് ബിസിയാണ്. നമ്മുടെ ദീപുചേട്ടനുണ്ട്. ദീപുചേട്ടാ, നല്ല പച്ച കളർ കോഡൊക്കെ ഇട്ട് എല്ലാവർക്കും ഒരേ കളർ കോഡൊക്കെ എടുക്കുക. എല്ലാ കാര്യത്തിലും നമ്മൾ ഐക്യത്തിലാണ്. എല്ലാ വകുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൊടിയായിരുന്നു, ഇപ്രാവശ്യം വി എസ് ആണ്. നമ്മുടെ പൊളിറ്റിക്സും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ ഒരു സേവനവും മുടക്കം വരുത്താത്ത രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു. അവധി ദിവസമാണ് നമ്മൾ ആദ്യം ഓണം ആഘോഷിച്ചത്. ഇതിവിടെ ഒരു അത്തം മാത്രം ഇടുന്നു. മന്ത്രി പറയുന്നു, ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായി നടന്നു പോകും. ഈ കളറൊക്കെ ആരാ ചൂസ് ചെയ്തത്? എല്ലാം ഇവിടെ നിന്നുള്ള എല്ലാം ഇവിടെ ഡയറക്ടേഴ്സ് ടീംസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളുള്ളതാണ്. എല്ലാവരും കൃത്യമായി ചെയ്തതാണ്. അപ്പൊ ട്രെൻഡിനനുസരിച്ച് മുന്നോട്ട് പോവുക. മിനിസ്റ്റർ ഞങ്ങളുടെ കൂടെ നിൽക്കും. ഞങ്ങളുടെ ആഗ്രഹം വരുമ്പോൾ സാറും ഞങ്ങളുടെ കൂടെ നിൽക്കും. ഞങ്ങളുടെ മാച്ചിങ് കളറിൽ സാറും വൈപ്പും ഉണ്ട്. അത് ഞങ്ങളുടെ ഒരു വലിയ ധൈര്യം മിനിസ്റ്ററാണ്. അപ്പോ ട്രെൻഡിനനുസരിച്ച് നിൽക്കുക, ആഗ്രഹങ്ങൾ എന്ത് സാധിച്ചു കൊടുക്കുക, അതാണ് മന്ത്രി വി ശിവൻകുട്ടിയെ കുറിച്ച് ജീവനക്കാർക്ക് പറയാനുള്ളത്. അപ്പോ എല്ലാവർക്കും ഒരു ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.